നമസ്കാരം. പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയ വ്യക്തിയെ തെരഞ്ഞ് സംഘികളെല്ലാം കൂടി പരപ്പനങ്ങാടിയിലെ ഒരു വീട്ടിൽ ചെന്ന് അകത്ത് കയറി ആ താടി വെച്ച ജിഹാദിയെ കുത്തിനു പിടിച്ച് എന്താടാ അതിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞ ഉടനെ തലയിൽക്കൂടെ മുണ്ടിട്ട് ബാക്ക് ഡോർ വഴി മതിലും ചാടി ഓടിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഈ കാണുന്ന വ്യക്തി മനസ്സിലായോ? കുറിയൊക്കെ അടിച്ച് താടിയില്ലാതിരിക്കുന്ന വ്യക്തി, പേര് മിഥുൻ, പരപ്പനങ്ങാടിയിലെ ജനാർദ്ദനൻ നായരുടെ മകനാണ്. ആ മിഥുനെ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഒരു മേക്ക് ഓവർ നടത്തി ഈ താടി വെച്ച രൂപത്തിലെത്തി. താടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അത് പിന്നെ ജിഹാദി തന്നെയാണ്. ആ ജിഹാദിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രിയുടെ കഴുത്ത് കെട്ടി എന്നുള്ള രീതിയിലെല്ലാം വലിയ ഭീഷണി മുഴക്കിയത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ശാഖയിൽ നിരന്തരം ട്രെയിനിങ്ങിന് പോകുന്ന മിഥുനാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതും ജനാർദ്ദനന്റെ മകൻ മിഥുൻ. ആ മിഥുനാണ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു വധഭീഷണി മുഴക്കിക്കൊണ്ട്, അതായത് പ്രധാനമന്ത്രി പോലും ഇവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് വലിയ താല്പര്യമുള്ള ആരാധിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുന്ന ചുമ്മയാണ്. ആ വ്യക്തിയെ പോലും ഈ നാട്ടിൽ മുസ്ലിം മതങ്ങൾക്കെതിരെ വികാരം ഉണ്ടാക്കാനുള്ള ഒരു എലമെന്റ് മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഈ പറയുന്ന പരപ്പനങ്ങാടിയിലുള്ള മിഥുൻ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി മാനസിക രോഗിയാണോ അല്ലയോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാര്യം സംഘികളെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കാപട്യമുണ്ടാകും. ആ നിലയ്ക്ക് ഇപ്പോൾ മനോരോഗമുള്ള വ്യക്തിയാണെന്ന് പറയപ്പെടുന്ന ഈ ജനാർദ്ദനന്റെ മകനായിട്ടുള്ള ഈ മിഥുനാണ് കഴിഞ്ഞ ദിവസം മാനസിക രോഗമാണെങ്കിലും ഫോൺ എടുത്തു വെച്ച് ലൈവായിട്ട് ഈ മേക്ക് ഓവറിൽ ഇരുന്നു കൊണ്ട്, ഇങ്ങനെ നടന്നതല്ല, ക്ലീൻ ഷേവും കുറ്റിത്താടിയായിട്ടൊക്കെ നടന്ന വ്യക്തി പൊടുന്നനെ താടിയൊക്കെ വളർത്തിയതിനു ശേഷം ഒരു ജിഹാദി ടച്ചൊക്കെ ഉണ്ടാക്കി ആ മേക്ക് ഓവറിൽ ഇരുന്നിട്ട് ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തിനെതിരെ വികാരം ഉണ്ടാക്കാൻ വേണ്ടി സംഘികൾക്ക് പ്രചരിപ്പിക്കാൻ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുകയാണ്. ആ വീഡിയോ ഇന്നലെ സംഘികളെല്ലാം പ്രചരിപ്പിച്ചത് ചൂടപ്പം പോലെയാണ്. സമൂഹത്തിൽ ഒന്നടങ്കം പ്രധാനമന്ത്രിക്കെതിരെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി, അപ്പൊ പിന്നെ താടി വളർത്തിയിട്ടുണ്ട്, ജിഹാദി തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തി. ഏറ്റവും ഒടുവിൽ കയ്യോടെ പിടിച്ചപ്പോഴാണ് 916 സംഘിയാണെന്ന് അറിയുന്നത്. ഇപ്പോ ആർക്കും മിണ്ടാട്ടമില്ല. പലരും ഇന്നലെ അന്വേഷിച്ച് പരപ്പനങ്ങാടിയിലെ വീട്ടിൽ ചെന്ന സംഘികളുടെ അവസ്ഥയാണ്. തലയിൽ മുണ്ടിട്ട് പോസ്റ്റ് മുക്കി ഓടുന്ന അവസ്ഥ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ പ്രധാനമന്ത്രിയെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ, മുസ്ലിം വിരോധം സൃഷ്ടിക്കാൻ വേണ്ടി സംഘികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. ഒരാളുടെ രൂപം നോക്കിയിട്ട് അയാൾക്കങ്ങ് ചാപ്പ കുത്തുകയാണ്, ജിഹാദിയാണത്രേ. മിഥുൻ എന്ന പേര് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇത് ചെയ്തെന്നറിഞ്ഞപ്പോൾ അവർക്ക് യാതൊരു വികാരവുമില്ല. ആ വ്യക്തി മതം കൊണ്ട് ഹിന്ദു ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, ആ ചെയ്ത തെറ്റിന് ക്ഷമാപണം നടത്താം. എന്തായാലും കേസെടുത്തതിന് ശേഷം ഇയാൾ മാനസിക രോഗിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി മാനസിക രോഗിയാകും. അങ്ങനെ മാനസിക രോഗിയായ വ്യക്തി ചികിത്സ തേടിയിട്ടുണ്ട്, ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ നാടിന്റെ പ്രവർത്തനത്തിന് കൂടി നല്ലതായി ഉതകുന്ന ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ഇനി അത് ഏതൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കാൻ അവസരമുണ്ടായേനെ. അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാതെ നല്ലൊരു സംഘി ജിഹാദിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സംഘികളെല്ലാം ചത്തതുപോലെ കിടക്കുകയാണ്. പ്രചരിപ്പിച്ചത്, വികാരം കൊണ്ടത്, ഇന്നലകളിൽ പൊട്ടിത്തെറിച്ചവരൊക്കെ കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തുകൊണ്ട് ഇറങ്ങിയവരെല്ലാം ഇപ്പോൾ അനക്കോ ഇല്ല, ആവിയില്ല. അവർക്ക് അവരുടെ പ്രധാനമന്ത്രിക്കെതിരെ ജനാർദ്ദനന്റെ മോൻ മിഥുനാണ് ഭീഷണി മുഴക്കി എന്നറിഞ്ഞപ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ് വന്നിരിക്കുകയാണ്. എജ്ജാതി ടീംസ് ആണെന്ന് നോക്കണേ.